നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിൽ നിന്ന് കേരളത്തിലേക്കും അടക്കം 11 കേന്ദ്രങ്ങളിലേക്ക് നിരക്ക് കുറച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് പ്രവാസി മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ വാർത്തയായിരുന്നു. ഇനി ഈ സന്തോഷം ഇരട്ടിയാകാൻ പോവുകയാണ്. UAE കേരള സെക്ടറിൽ നിരക്ക് കുറഞ്ഞതോടെ യാത്രക്കാരെ ആകർഷിക്കാൻ ടിക്കറ്റ് നിരക്ക് കുറച്ചും ബാഗേജ് അലവൻസ് കൂട്ടിയും മത്സരിക്കുകയാണ് വിമാന കമ്പനികൾ. നികുതി ഉൾപ്പെടെ 269 ദിർഹത്തിന്, അതായത് 6080 രൂപ വരെ വിമാന കമ്പനികൾ ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നു. എയർ ഇന്ത്യക്ക് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പേസ് ജെറ്റ്, ഇൻഡിഗോ, ഗോഫാസ്റ്റ് തുടങ്ങി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുറച്ചു. ചില എയർലൈനുകൾ 40 കിലോ വരെ ലഗേജും അനുവദിക്കുന്നുണ്ട്. എയർ ഇന്ത്യയിൽ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കും ദുബായിൽ നിന്നും കൊച്ചിയിലേക്കും 300 ദിർഹത്തിന് പറക്കാം. ഇക്കണോമി ക്ലാസ്സിൽ ലഗേജ് 40 കിലോയും ബിസിനസ് ക്ലാസ്സിൽ 50 കിലോയും അനുവദിക്കും. ഒരു പെട്ടിയിൽ 32 കിലോയിൽ കൂടരുത്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നവംബർ 30 വരെ യാത്ര ചെയ്യാം. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 269 ദിർഹവും കൊച്ചിയിലേക്ക് 380 ദിർഹവുമാണ് നിരക്ക്. തിരുവനന്തപുരം 445 ദിർഹം, മുംബൈ 279, ഡൽഹി 298, മംഗളൂരു 298 ദിർഹം, ജയ്പൂർ 313, അമൃത്സർ 445, ലക്നൗ 449, തിരുച്ചിറപ്പള്ളി 570 ദിർഹം എന്നിങ്ങനെയാണ് മറ്റ് സെക്ടറുകളിലെ നിരക്ക്. കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 7ഉം കോഴിക്കോട്ടേക്ക് 13 സർവീസുണ്ട്. ഗോഫാസ്റ്റ് വിമാനത്തിൽ ദുബായിൽ നിന്ന് കണ്ണൂരിലേക്ക് 316 ദിർഹവും അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്ക് 337 ദിർഹവുമാണ് നിരക്ക്. അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്ക് 291 ദിർഹവും ഡൽഹിയിലേക്ക് 341 ദിർഹവും 285 ദിർഹത്തിന് സ്പേസ് ജെറ്റിൽ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കാം. 40 കിലോ ലഗേജും അനുവദിക്കും. യാത്ര ഇൻഡിഗോയിലാണെങ്കിൽ 385 ദിർഹം. 30 കിലോ ലഗേജ് അനുവദിക്കും. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നിവയ്ക്കും ശരാശരി ഇതേ നിരക്കാണ്. മത്സരം മുറുകുന്നതോടെ ഇവർ നിരക്ക് കുറയ്ക്കുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. നവംബർ അവസാനം വരെ ഇതേ നിരക്ക് തുടരും. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ലോകത്തിന്റെ ഇതര ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. യാത്രക്കാർ വർദ്ധിക്കുന്നതിനൊപ്പം യാത്രാ നിരക്കും വിമാന കമ്പനികൾ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്.